നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിഴല് നിലത്ത് വീണാൽ അത് പല കാലുകൊണ്ട് ചവിട്ടിപ്പോയിട്ട് നബിതങ്ങളുടെ നിഴല് ചവിട്ടിപ്പോവുക എന്നതൊരു ബഹുമാനക്കുറവല്ലേ? അതില്ലാതിരിക്കാൻ വേണ്ടി അല്ലാഹു തആല അങ്ങനെ കൊടുത്തതാണ്. അതിന് മഹാനായ ഇമാം മഹല്ലി റളിയല്ലാഹു തആല തങ്ങൾ അതിനൊരു ഉദാഹരണം, ഒരു സംഭവവും തെളിവ് പറയാണ്. അതേ ഒരു യഹൂദിയുടെ കൂടെ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു യാത്ര പോവുകയായിരുന്നു. അങ്ങനെ യാത്ര പോയി കുറെ സമയം അങ്ങോട്ടെത്തിയപ്പോ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു യഹൂദിയോട് ചോദിച്ചു, നിങ്ങളെ മതത്തില് മുസ്ലിമീങ്ങളെ എന്തെങ്കിലും നിനക്കൊരു ശല്യം ചെയ്യണം എന്നുണ്ടെന്ന് നിങ്ങളെ മതത്തിന്റെ നേതാക്കന്മാര് നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനും നീയും ഒരുപാട് സമയം ഒന്നിച്ച് നടന്നല്ലോ, നിനക്ക് എന്നെന്തെങ്കിലും ചെയ്യാൻ സാധിച്ചോ? സത്യം ചെയ്തുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, നീ ഉള്ളതുപോലെ പറയണേ. അപ്പൊ ഈ യഹൂദി പറഞ്ഞു, നീ സത്യം ചെയ്ത് പറഞ്ഞതുകൊണ്ടും എന്നെ യാതൊരു ശല്യവും ചെയ്യാതെ പോയതുകൊണ്ടും ഞാൻ നിന്നോടുള്ള പോലെ പറയട്ടെ, നിന്നെ ഞാൻ ശല്യം ചെയ്തിട്ടുണ്ട്. അതെന്താ ശല്യം ചെയ്തത്? ലം അഖ്ദിർ അലൈക ബിഅഖ്റബിൻ അന്നി കുന്തു ഇദാ റഅയ്തു ളില്ലക വദഅതുഹു ബിഖദമി വഫാഅൻ ബിഅംരി ദീനിനാ. ഞങ്ങളുടെ ദുഷിച്ച നേതാക്കന്മാരായ പണ്ഡിതന്മാര് മറ്റുള്ളവരെ മുസ്ലിമീങ്ങളെ നിന്ദിക്കണമെന്നും അവരെ എങ്ങനെയെങ്കിലും വിഷമിപ്പിക്കണമെന്നും പഠിപ്പിച്ചതിനാൽ അതൊന്നിനും കഴിയാത്തതുകൊണ്ട് നിങ്ങളുടെ നിഴലും വരെ ഞാൻ ചവിട്ടിയിട്ടുണ്ട്. അത് നിങ്ങളെ നിന്ദിക്കാൻ വേണ്ടി എടുത്ത പണിയാണ് എന്ന് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് യഹൂദി പറഞ്ഞു. അങ്ങനെ ഒരു സാഹചര്യം അല്ലാഹുവിന്റെ റസൂലിനുണ്ടാകരുത് എന്നതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടക്കുമ്പോ നിഴല് കാണൂല. അങ്ങനെയാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ടെന്ന് ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹു പറയാണ്. വേറൊരു അഭിപ്രായം മഹാനായ ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹു എടുത്തുദ്ധരിക്കുകയാണ്. വഖീല, മറ്റൊരു അഭിപ്രായം എന്താണ്? ബൽ കാനത്തിൽ ഗമാമത്തു തുദില്ലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലാ യുറാ ലഹു ദില്ലുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടക്കുമ്പോ തങ്ങൾക്ക് കാർമേഘം തണലിട്ട് കൊടുത്തിരുന്നു. അപ്പൊ ഒരു തണലുണ്ടാകുമ്പോ അതിന്റെ ഉള്ളിൽ വരുന്ന ആൾക്ക് പിന്നെ തണല് കാണൂലല്ലോ. നമ്മളൊരു മരത്തിന്റെ തണലിൽ പോയിരുന്നാ പിന്നെ നമ്മളെ തണൽ അവിടെ കാണൂലല്ലോ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതാ മേഘം തണലിട്ട് കൊടുത്തതിനാൽ നബി തങ്ങളുടെ നിഴല് കാണാനുണ്ടായിരുന്നില്ല. അങ്ങനെ പറഞ്ഞ ഇമാമീങ്ങളുമുണ്ട്. വേറെ ചില പണ്ഡിതന്മാരെ നാലാമത്തെ അഭിപ്രായം ഇമാം മഹല്ലി നൈസാബൂരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. ഇന്നമാ ലം യകുൻ ലഹു ദില്ലുൻ ലിഅന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ലാ യക്തുബു വഹുവ നബിയ്യുൻ ഐ ലം യഖൽ യദിൽ കരീമത്തി ദില്ലുൻ അലാ ഇസ്മില്ലാഹി തആല ബഅദ അത്തഖല്ലുഖ് ബിമാ യൻബഗി ലഹു അത്തഖല്ലുഖ് ബിഹി മിൻ അസ്മാഇല്ലാഹി തആല ഫറഫഅ അല്ലാഹു തആല ദില്ലഹു യഖഅ അലൽ അർളി വഖീല ഗൈറു ദാലിക. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുതുമ്പോൾ അല്ലാഹുവിന്റെ പേരെഴുതുകയാണെങ്കിൽ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരലിന്റെ നിഴല് അല്ലാഹുവിന്റെ പേരിന്റെ മേലെ വീണാലോ എന്ന് മനസ്സിലാക്കി നബി തങ്ങൾ എഴുതാൻ അറിയാമെങ്കിലും എഴുതിയിട്ടില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന് തീരെ നിഴല് കാണണ്ട എന്ന് അല്ലാഹു തആല കൊടുത്തൊരു ബഹുമാനമാണ്. അങ്ങനെ ഇമാം നൈസാബൂരിയെ പോലുള്ള പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. വഖീല ഗൈറു ദാലിക, വേറെ വിശദീകരണം പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. ഇങ്ങനെയൊക്കെ ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹു ലഖദ് നസ്സഹ റഹ്മാനു ളില്ലക അയ്യുറാ അലൽ അർളി യുൽഖാഫൻ ദവ കമസിയതി എന്ന ഇമാം സുബ്കി റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക്. ഓ നബിയെ, തങ്ങളുടെ നിഴല് ഭൂമിയിൽ കാണപ്പെടുന്നതിൽ നിന്ന് അല്ലാഹു കാത്തിട്ടുണ്ട്, പരിശുദ്ധമാക്കി വെച്ചിട്ടുണ്ട്. അത് ഭൂമിയിൽ കാണപ്പെടാറില്ല. ഓ സുഹൃത്തുക്കളെ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദില്ല് എന്ന നിലയ്ക്ക് എവിടെയെങ്കിലും അതാ ദില്ല് എന്ന പ്രയോഗം വന്നെങ്കിൽ അതിനെ സംബന്ധിച്ച് ഹദീസ് തള്ളണ്ട. അതേ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന് മഹാന്മാരായ ഇമാമിങ്ങൾ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ നിഴല് ഭൂമിയിൽ പതിക്കാറില്ല, കാണപ്പെടാറില്ല എന്ന വിശ്വാസത്തിൽ നിന്ന് നമ്മൾ പിന്തിരിയാനും പാടില്ല. ഇത് വളരെ ചുരുക്കി ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ ഒരു സ്റ്റേജിൽ വെച്ച് ഞാൻ പറഞ്ഞതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് എന്റെ വാക്കുകളെ വാലും തലയും മുറിച്ചിട്ട് അതാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിന്ദിക്കുന്നവനാണ് പാവപ്പെട്ട ഞാനെന്ന് വരുത്തി തീർക്കാൻ ചിലര് കോലം കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. അല്ലാഹുവേ, അവരെ നിന്നിലേക്ക് വിടുന്നു. അവര് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി
അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറയാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന, അവിടുത്തെ മദ്ഹ് പറയാൻ വേണ്ടി മാത്രം ജീവൻ ഒഴിച്ചു വെക്കുന്നവരെ നിസ്സാരപ്പെടുത്തി പറയുക എന്നത് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുടെയും സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾക്ക് ഒത്താശ ചെയ്യുന്ന അസൂയാലുക്കളുടെയും പതിവാണെന്നത് ഞങ്ങൾ ചരിത്രത്തിൽ പഠിച്ചതിനാൽ ഞങ്ങൾക്കതിൽ പ്രശ്നമില്ല കേട്ടോ. നിങ്ങൾ കേട്ടിട്ടില്ലേ, അബുൽ ഹസനിൽ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഉറച്ചു നിന്നുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് പ്രചരിപ്പിച്ച ഇബ്നു ഫൂറക്ക്, അബൂബക്കർ ഇബ്നു ഫൂറക്ക് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അതാ രാജാവിനോട് ഫിത്ന പറഞ്ഞില്ലേ ചില പണ്ഡിതന്മാർ. അവര് പറഞ്ഞത് എന്താണ്? അവര് പറഞ്ഞത് അതാ ഇബ്നു ഫൂറക്കുണ്ടല്ലോ, അബുൽ ഹസനിൽ അശ്അരിയുടെ ശിഷ്യനാണല്ലോ, ആ ഉസ്താദും ഈ ശിഷ്യനും തമ്മിൽ യോജിപ്പില്ല, ആ ഉസ്താദിന്റെ വഴിയിലല്ല ശിഷ്യനുള്ളത് എന്ത് പറഞ്ഞിട്ട് പറഞ്ഞത് എന്താണെന്നറിയോ? ഇബ്നു ഫൂറക്കിന്റെ വാദം എന്താണ്? ഇബ്നു ഫൂറക്ക് പറയുന്നത് ഇപ്പൊ അല്ലാഹുവിന്റെ റസൂൽ നബിയല്ലെന്നാണ്, വഫാത്ത് വരെ നബിയാണ്, ഇപ്പൊ നബിയല്ല എന്നാണ് ഇബ്നു ഫൂറക്കിന്റെ വാദം എന്ന മഹാനായ അബൂബക്കർ ഇബ്നു ഫൂറഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചവരും അതാ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു നടന്നു. ആ രാജാവ് അത് തെറ്റിദ്ധരിച്ചു പോയി. അതേ കൂടുതൽ അസൂയാലുക്കൾ പ്രചരണം നടത്തുമ്പോൾ ചിലർ തെറ്റിദ്ധരിക്കൂലേ, അങ്ങനെ തെറ്റിദ്ധരിച്ചു പോയി. രാജാവ് പിടിച്ചുകൊണ്ടുവന്നു ഇബ്നു ഫൂറഖ് റളിയല്ലാഹു അൻഹുവിനെ. ചോദിച്ചു, നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾ മുഹമ്മദ് നബി ഇപ്പൊ നബിയല്ല എന്ന് പറയുന്നുണ്ടോ? ഇബ്നു ഫൂറഖ് റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോയി. പറയാത്ത വാദം ഇബ്നു ഫൂറഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ നേരിൽ വെച്ച് കെട്ടിയതാണ്. മഹാനായ ഇബ്നു ഫൂറഖ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് പറഞ്ഞു, രാജാവേ, ഇതാ നിസ്കാരത്തിൽ അത്തഹിയ്യാത്തിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണെന്ന് പറയുമ്പോ, റസൂലാണേ നബിയാണ് എന്ന് ഉറപ്പല്ലേ? അപ്പൊ അല്ലാഹുവിന്റെ റസൂലാണെന്ന് പറയുമ്പോ മുമ്പ് റസൂലായിരുന്നു എന്നല്ലല്ലോ പറയുന്നത്, അല്ലാഹുവിന്റെ റസൂലാണെന്നല്ലേ പറയുന്നത്. പിന്നെ സംശയത്തിന് അവകാശമുണ്ടോ? അത് പറയുന്നവനല്ലേ ഞാനും, അത് പറയാൻ പഠിപ്പിക്കുന്നവനല്ലേ ഞാനും. അതിന്റെ പുറമേ ഇബ്നു ഫൂറഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ രാജാവേ, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തിന് ശേഷം നബിയാണെന്ന് മാത്രമല്ല, വആദമുല മുൻജദിലും ഫീ തീനതിഹി, ആദം നബി കളിമണ്ണിലുള്ള സമയത്ത് തന്നെ അതാ മുഹമ്മദ് നബി നബിയാണ് കേട്ടോ. ആദം നബിയെ പടക്കുന്നതിന് മുമ്പ് തന്നെ നബിയാണ്, അവിടുന്ന് എപ്പോഴും നബിയാണ്. ഇതങ്ങ് വിവരിച്ചു കൊടുത്തപ്പോ അസൂയാലുക്കൾ ഉണ്ടാക്കിയ വഞ്ചനയാണ്, ഫിത്നയാണ്, ഫസാദാണ്, അത് ദുർവ്യാഖ്യാനം ചെയ്ത് സംസാരിച്ചതാണ് എന്ന് രാജാവിനെ ബോധ്യപ്പെട്ട് ഇബ്നു ഫൂറഖ് റളിയല്ലാഹു അൻഹുവിനെ ആദരിച്ച് പറഞ്ഞേച്ചു. പക്ഷേ ഇബ്നു ഫൂറഖ് റളിയല്ലാഹു അൻഹുവിനെ തകർക്കാൻ കഴിയാത്ത എതിരാളികൾ സുന്നത്ത് ജമാഅത്ത് പ്രചരിപ്പിച്ച ഒരൊറ്റ കാരണത്താൽ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾക്കെതിരെ ശബ്ദിച്ചതിനാൽ വിഷം ശരീരത്തിലേക്ക് കുത്തിക്കയറ്റി, ശരീരത്തിലേക്ക് വിഷം കൊടുത്ത് ഇബ്നു ഫൂറഖ് റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളഞ്ഞു കേട്ടോ. പക്ഷേ ദുനിയാവിലല്ലേ കൊല്ലാൻ കഴിയൂ, കൊല്ലപ്പെട്ട ശുഹദാക്കളൊക്കെ ഹയാത്തിലല്ലേ. ഇബ്നു ഫൂറഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിനെ സംബന്ധിച്ച്, അവിടുത്തെ മഖബറയെ സംബന്ധിച്ച് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി, ഖബറുഹു യുസ്തസ്ഖാ ബിഹി വഖബറുഹു യുസ്തസ്ഫാ ബിഹി. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ജീവൻ ഒഴിച്ചു വെച്ച് പ്രവർത്തിക്കുകയും സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പറയുകയും അബുൽ ഹസൻ അശ്അരി തങ്ങളെ ശിഷ്യത്വം സ്വീകരിച്ച് അതിലുറച്ചു നിന്ന് ഉസ്താദിന്റെ പാതയിൽ മുന്നോട്ട് നീങ്ങുകയും ചെയ്ത ഇബ്നു ഫൂറഖ് റളിയല്ലാഹു അൻഹു ഖബറിൽ പോയി, ഖബറിന്റെ സമീപത്ത് പോയി അതാ സിയാറത്ത് ചെയ്ത് തവസ്സുൽ ചെയ്ത് ദുആ ചെയ്താൽ രോഗം മാറിപ്പോകുന്നു, മഴയില്ലാത്ത സമയത്ത് മഴ കിട്ടുന്നു. ഇതുപോലെ സുഹൃത്തുക്കളെ ശാഫി ഇമാം സുന്നിയല്ലാന്ന് വാദിച്ചവരില്ലേ? ഇൻകാന റഫ്ദൻ ഹുബ്ബു ആലി മുഹമ്മദി ഫല്യസ്ഹദി ഫഖലനി അന്നി റാഫിദി. ശാഫി ഇമാം പറഞ്ഞില്ലേ, തങ്ങന്മാരാതിരറ്റ് സ്നേഹിച്ചതുകൊണ്ട്
ഞാൻ പുത്തൻവാദിയാണെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ ഞാൻ ആ പുത്തൻവാദി തന്നെ എന്ന് ശാഫി ഇമാമ് പറഞ്ഞില്ലേ? അപ്പൊ അതിൽ ലോകത്ത് സുന്നത്ത് ജമാഅത്തിന് ഇഖ്ലാസോടെ പ്രവർത്തിച്ച പണ്ഡിതന്മാർക്കൊക്കെ അതാ എതിരാളികൾ കൊടുത്ത ആരോപണങ്ങളുടെ പട്ടികകൾ ധാരാളമുണ്ട് കേട്ടോ. അവരുടെ ചെരിപ്പെടുക്കാൻ പോലും യോഗ്യതയില്ലാത്ത പാവപ്പെട്ട എനിക്ക് എന്നെ സംബന്ധിച്ച് ഇല്ലാത്തത് എന്റെ പ്രസംഗത്തിന്റെ വാലും തലയും മുറിച്ച് ഞാൻ പറഞ്ഞതെന്താണെന്ന് എന്നോട് ചോദിക്കാതെ മനസ്സിലാക്കാതെ പലതും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവരോട് തൗബ ചെയ്താൽ അവർ ആഖിറത്തിന് നല്ലതാണെന്ന് മാത്രം ഈ സമയത്ത് ഈ വിഷയം വന്നതിനാൽ ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്.